സംഗീതം സ്വപ്നം കാണാൻ പോലും ഭയപ്പെടുന്ന ഒരിടത്തേക്ക് പ്രതീക്ഷയല്ലാതെ മറ്റൊന്നും കൈമുതലില്ലാതെ ഒരധ്യാപിക കടന്നുവരുന്നു. എന്നാൽ ശാന്തവും നിശബ്ദവുമായ ആ മലയോര ഗ്രാമത്തിൽ അവൾ കണ്ടെത്തുന്ന കാര്യങ്ങൾ അവളുടെ ജീവിതത്തെ എന്നേക്കുമായി മാറ്റിമറിക്കാൻ പോവുകയാണെന്ന് ആ സ്ത്രീ അപ്പോൾ അറിഞ്ഞിരുന്നേയില്ല. ഏവർക്കും നമസ്കാരം, സിനിമാ കഥയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചൈനയിലെ ഒരു ഉൾനാടൻ ഗ്രാമത്തിൽ നിന്നുള്ള തികച്ചും വൈകാരികമായ ഒരു കഥയിലേക്കാണ് കടന്നു ചെല്ലുന്നത്. ബ്ലോസം ഇൻ ദി മൗണ്ടെയ്ൻസ് എന്നാണ് ചലച്ചിത്രത്തിന്റെ പേര്. നമ്മൾ ചെയ്യുന്ന ഏറ്റവും ചെറിയൊരു കാരുണ്യ പ്രവൃത്തി പോലും ഒരാളുടെ ജീവിതത്തെ എങ്ങനെ മാറ്റിമറിക്കും എന്നാണ് ഈ സിനിമ കാണിച്ചു തരുന്നത്. വിശദമായ കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യൂ. കഴിയുമെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കായി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യൂ, വീഡിയോ ഹൈപ്പ് ചെയ്യൂ. കഥ ആരംഭിക്കുന്നത് ചൈനയിലെ അതിമനോഹരമായ ഒരു മലയോര മേഖലയിൽ നിന്നുമാണ്. അവിടുത്തെ പ്രകൃതി ഭംഗി കാണുമ്പോൾ ഒരു പെയിന്റിംഗിൽ നിന്ന് നേരിട്ടത് പകർത്തപ്പെട്ടതാണോ എന്നുവരെ തോന്നിയേക്കാം. അത്രയും ഭംഗിയാർന്നൊരിടം വളഞ്ഞു പൊളഞ്ഞു കിടക്കുന്ന മലയോര പാതയിലൂടെ അന്നൊരു ബസ് ഒരു ചെറിയ ഗ്രാമം ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. യാത്രക്കാർക്കിടയിൽ ഏറെ ശാന്തതയിലിരിക്കുന്ന ഒരു സ്ത്രീയുമുണ്ട്. മിസ് ലിൻ എന്നാണ് അവളുടെ പേര്. ബസ്സിലെ ഭൂരിഭാഗം സീറ്റുകളിലും ആളുകളില്ല, മറിച്ച് സാധന സാമഗ്രികളും ബാഗുകളുമാണുള്ളത്. നഗരത്തിൽ നിന്നും ഒരുപാട് ആളുകൾ അവരുടെ സ്വന്തം ഗ്രാമത്തിലേക്ക് മടങ്ങുകയായിരുന്നു. അവരുടെ വസ്തുക്കളാണ് അവയെല്ലാം. കുറച്ച് സമയത്തിന് ശേഷം ബസ് ഒരു കുന്നിൻ ചെരുവിൽ നിർത്തി. മിസ് ലിൻ തന്റെ ബാഗേജുകളും എടുത്ത് നേരെ പുറത്തിറങ്ങി നിശബ്ദയായി അവിടെ നിന്നു. അവളാരോ വരാനായി കാത്തിരിക്കാൻ തുടങ്ങി. ഏതാനും നിമിഷങ്ങൾക്കകം ഒരു ഇലക്ട്രിക് ബൈക്ക് അവളുടെ അരികിലേക്ക് വന്നു നിന്നു. ലഗേജ് കൊണ്ടുപോവാൻ പാകത്തിന് മാറ്റം വരുത്തിയ ഒരു ഇലക്ട്രിക് ബൈക്കാണ് അത്. മധ്യവയസ്കനായ ഒരു മനുഷ്യൻ അതിൽ നിന്നും ഇറങ്ങി ചോദിച്ചു, "നിങ്ങളാണോ മിസ് ലിൻ?" അവൾ തലയാട്ടി. "ഞാൻ ദാമൈ വില്ലേജ് പ്രൈമറി സ്കൂളിലെ പ്രിൻസിപ്പൾ ആണ്." അദ്ദേഹം പറഞ്ഞു. "വൈകിയതിൽ ക്ഷമിക്കണം കേട്ടോ, സ്കൂളിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പോയതായിരുന്നു." മിസ് ലിൻ പിന്നാലെ ബൈക്കിന്റെ പിന്നിൽ കയറി. അവർ രണ്ടുപേരും ഒരുമിച്ച് ഗ്രാമം ലക്ഷ്യമാക്കി നീങ്ങി. അവരുടെ സംഭാഷണത്തിൽ നിന്നും ആ ഗ്രാമത്തിലെ ഏക പ്രൈമറി സ്കൂളിലെ പുതിയ അധ്യാപികയാണ് മിസ് ലിൻ എന്നും അവരെ കൂട്ടിക്കൊണ്ടുപോകാൻ പ്രിൻസിപ്പൽ നേരിട്ടെത്തിയതാണെന്നും മനസ്സിലാകുന്നു. മിസ് ലിൻ സംഗീതമൊക്കെ പഠിച്ചിട്ടുള്ളതുകൊണ്ട് കുട്ടികളുടെ പുതിയ സംഗീത അധ്യാപിക അവളെയാക്കാം എന്നായിരുന്നു പ്രിൻസിപ്പൽ അനുമാനിച്ചത്. അദ്ദേഹം ഏറെ ആവേശത്തോടെ സ്കൂളിലെത്തിയപ്പോ വർഷങ്ങളായി പൂട്ടിക്കിടന്നിരുന്ന സ്കൂളിലെ മ്യൂസിക് റൂം തുറന്നു. അതിനകത്തുള്ള എല്ലാ സാധനങ്ങളും പൊടിപിടിച്ചു കിടക്കുകയായിരുന്നു. ആ മുറിയിലാകെ അവശേഷിച്ചൊരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് പഴയൊരു പിയാനോ മാത്രമാണ്. പ്രിൻസിപ്പൽ അത് ഏറെ അഭിമാനത്തോടെ അവളെ കാണിച്ചു കൊടുത്തു. എന്നാൽ മിസ് ലിൻ ശാന്തമായി അദ്ദേഹത്തോട് പറഞ്ഞു, "എനിക്ക് കുട്ടികളെ മ്യൂസിക് ഒഴികെ ബാക്കിയെല്ലാം പഠിപ്പിക്കാൻ കഴിയും." ആ നിമിഷം സ്വന്തം അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ അവളുടെ മനസ്സിലേക്ക് ഇരച്ചു കയറി. തുടർന്ന് പ്രിൻസിപ്പൽ മിസ് ലിന്നിനെ അവൾക്ക് താമസിക്കാനായി ഒരുക്കിയിട്ടുള്ള ചെറിയൊരു മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ നിന്നും അദ്ദേഹം പറഞ്ഞു, "നിങ്ങൾക്കെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി." മിസ് ലിൻ തന്റെ ആ ചെറിയ മുറി ചുറ്റി നോക്കി. അവൾക്കതൊരുപാട് ഇഷ്ടപ്പെട്ടു. യഥാർത്ഥത്തിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് അവളുടെ അമ്മ മരണപ്പെട്ടത്. ശ്വാസം മുട്ടിക്കുന്ന ആ ഓർമ്മകളിൽ നിന്നും നഗരജീവിതത്തിന്റെ യാന്ത്രികതയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയാണ് മിസ് ലിൻ ഈ വിദൂര ഗ്രാമത്തിലെ സ്കൂളിൽ ജോലി സ്വീകരിച്ചത്. അവൾ യാഥാർത്ഥ്യത്തിൽ ഒരു ധനിക കുടുംബത്തിലെ അംഗമായിരുന്നു. പക്ഷെ എന്നാലും അവളുടെ സമ്പത്തിനൊന്നും തന്നെ അവളുടെ ദുഃഖങ്ങളിൽ നിന്ന് അവളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞതുമില്ല. അന്ന് രാത്രി അത്താഴം കഴിക്കുന്ന സമയത്ത് പ്രിൻസിപ്പൽ മിസ് ലിന്നിനെ സ്കൂളിലെ മറ്റു രണ്ട് അധ്യാപകർക്ക് പരിചയപ്പെടുത്തി. മിസ് തിയാൻ, മിസ്റ്റർ യു എന്നായിരുന്നു അവരുടെ പേര്. ഭക്ഷണം കഴിഞ്ഞ ശേഷം ഈ ഗ്രാമത്തിലേക്ക് വരുന്നതിന് മുമ്പുള്ള ദിവസങ്ങളെക്കുറിച്ച് മിസ് ലിൻ ഓർത്തുകൊണ്ട് ആ ഇരുട്ടിൽ തനിച്ചു കിടന്നു. അവൾ തന്റെ അമ്മയെ ഓർത്തു. അവൾക്ക് ചുറ്റുമുള്ള ആ നിശബ്ദത അവളെ വന്നു പൊതിഞ്ഞു. യാഥാർത്ഥ്യത്തിൽ അവൾ അത്തരമൊരു അന്തരീക്ഷം ആഗ്രഹിച്ചിരുന്നു. എന്നാൽ പെട്ടെന്ന് ആ നിശബ്ദതയെ ഭംഗിച്ച് അവൾ ഒരു ശബ്ദം കേട്ടു. അവൾ ഒരു ലൈറ്റുമെടുത്ത് ആ ശബ്ദം എവിടുന്ന് വരുന്നു എന്ന് തിരഞ്ഞിരട്ടത്തേക്കിറങ്ങി. ശബ്ദം വന്നുകൊണ്ടിരുന്നത് പൂട്ടിക്കിടക്കുന്ന മ്യൂസിക് റൂമിൽ നിന്നായിരുന്നു. അവൾ വാതിലിന് നേരെ വെളിച്ചം അടിച്ചു നോക്കി. പക്ഷേ ആ റൂം പുറത്തുനിന്ന് പൂട്ടിയിരിക്കുകയാണ്. ആ രാത്രി അങ്ങനെ കടന്നുപോയി. അടുത്ത ദിവസം കുട്ടികൾ ക്ലാസ്സിലിരിക്കുകയായിരുന്നു. പ്രിൻസിപ്പൽ തന്നെ മ്യൂസിക് പഠിപ്പിക്കാൻ തീരുമാനിച്ച് അവരുടെ ക്ലാസ് റൂമിലേക്ക് കടന്നു ചെന്നു. അദ്ദേഹം പഴയൊരു മ്യൂസിക് പ്ലെയറും കൊണ്ടുവന്നിരുന്നു. അത് ഓൺ ചെയ്ത് കൈകൊണ്ടെഴുതിയൊരു പാട്ടുപുസ്തകം നോക്കി അദ്ദേഹം പാടാൻ ആരംഭിച്ചു. അദ്ദേഹത്തിന്റെ ശബ്ദം പാട്ടുപാടാൻ ഒട്ടും നന്നല്ലായിരുന്നു. കുട്ടികൾ അത് കേട്ട് പൊട്ടിച്ചിരിക്കാൻ ആരംഭിച്ചു. ക്ലാസ് മുറിക്ക് പുറത്തു നിന്നുകൊണ്ട് മിസ് ലിൻ ഇതൊക്കെ നോക്കിക്കണ്ടിരുന്നു. അവളുടെ ശ്രദ്ധ ഒരു പ്രത്യേക കുട്ടിയുടെ നേർക്ക് തിരിഞ്ഞു. അവന്റെ കൈകൾ സംഗീതത്തിന്
താളത്തിനനുസരിച്ച് മനോഹരമായി ചലിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ അന്തരീക്ഷത്തിൽ നിശബ്ദമായി എന്തോ വായിക്കുകയാണ്. സെയിൻ എന്നായിരുന്നു ആ പയ്യന്റെ പേര്. ഇന്റർവെൽ സമയത്ത് കുട്ടികളെല്ലാവരും ഒന്നിച്ച് കളിക്കുമ്പോ സെയിൻ മാത്രം ഒരു മരക്കൊമ്പിൽ തികച്ചും നിശബ്ദനായി തനിച്ചു കയറിയിരുന്നു. മിസ്ലിൻ അത് ശ്രദ്ധിക്കുകയും ചെയ്തു. അവൾക്കത് വല്ലാതെ വിചിത്രമായി തോന്നി. മറ്റൊരു അധ്യാപിക സെയിന്റെ കഥ അവൾക്ക് പതുക്കെ വിശദീകരിച്ചു കൊടുത്തു. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പായിരുന്നു സെയിന്റെ അമ്മ മരണപ്പെട്ടത്. അവന്റെ അച്ഛൻ ദൂരെയൊരു നഗരത്തിലാണ് ജോലി ചെയ്യുന്നത്. സെയിൻ ചെറുപ്പം മുതലേ അമ്മയോടൊപ്പമാണ് ജീവിച്ചിരുന്നത്. എന്നാൽ അമ്മ മരണപ്പെട്ട ശേഷം ആ കുട്ടി പിന്നീട് ഒരു വാക്ക് പോലും സംസാരിച്ചിട്ടില്ല. എപ്പോഴും അവൻ തനിച്ച് കൂട്ടുകൂടാതെയും മറ്റുമാണ് ഇരിക്കുന്നത്. എപ്പോഴും നിശബ്ദനായിരിക്കുകയും ചെയ്യും. അത് കേട്ടപ്പോൾ മിസ്ലിന്റെ മനസ്സ് ആ കുഞ്ഞുകുട്ടിയെയോർത്ത് വേദനിച്ചു. ഇടവേളയ്ക്ക് ശേഷം മിസ്ലിൻ അവളുടെ ആദ്യത്തെ ക്ലാസ് എടുക്കാൻ തയ്യാറെടുത്തു. ക്ലാസ് മുറിയിൽ ചെന്ന് ബ്ലാക്ക് ബോർഡിൽ അവൾ തന്റെ പേരെഴുതി. തുടർന്ന് ഓരോ കുട്ടിയെയും പരിചയപ്പെടാൻ ആരംഭിച്ചു. ഓരോരുത്തരായി എഴുന്നേറ്റ് നിന്ന് അവരുടെ പേരുകൾ പറഞ്ഞു. എന്നാൽ സെയിന്റെ ഊഴം വന്നപ്പോ അവനൊന്നും മിണ്ടാതെ അവിടെ തന്നെ ഇരുന്നു. മറ്റൊരു കുട്ടി ചാടി എഴുന്നേറ്റ് പറഞ്ഞു, ടീച്ചർ, അവൻ വൈകല്യമുള്ള പയ്യനാ, അവന് സംസാരിക്കാനൊന്നും പറ്റില്ല. മറ്റു കുട്ടികൾ ഉടൻ തന്നെ അതിനെ എതിർത്തു. അല്ല ടീച്ചർ, അവന് വൈകല്യമൊന്നുമില്ല, അവൻ വർഷങ്ങളായി ആരോടും സംസാരിച്ചിട്ടില്ലെന്നേയുള്ളൂ. മിസ്ലിൻ ഒരു നിമിഷം ഒന്ന് മടിച്ചു നിന്നു. പിന്നെ എന്തുകൊണ്ടാണ് അവൻ ഒന്നാം നിരയിൽ ഇരിക്കാത്തത് എന്ന് ചോദിച്ചു. ഒരു കുട്ടി വിശദീകരിച്ചു, അതൊക്കെ പ്രിൻസിപ്പളിന്റെ നിയമങ്ങളാ. പരീക്ഷയിലെ മാർക്കിന്റെ അടിസ്ഥാനത്തിലാ കുട്ടികൾക്ക് സീറ്റുകൾ നൽകുന്നത്. മിടുക്കരായ കുട്ടികൾക്ക് മുന്നിലിരിക്കാം, മോശം കുട്ടികൾ പുറകിലായിരിക്കുക. പ്രിൻസിപ്പൽ വാതിലിന് പുറത്തുനിന്ന് ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. മിസ്ലിൻ ക്ലാസ്സിന് നേരെ തിരിഞ്ഞ് മൃദുവായി എന്നാൽ ദൃഢമായി പറഞ്ഞു, എന്റെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്തിരിക്കാം. ഞാനിതിനെപ്പറ്റി പ്രിൻസിപ്പലിനോട് സംസാരിച്ചോളാം. തുടർന്ന് മിസ്ലിൻ ഓരോ കുട്ടിയോടും ഓരോ ഇംഗ്ലീഷ് വാക്ക് പറയാൻ ആവശ്യപ്പെട്ടു. ഓരോരുത്തരായി അതിന് ശ്രമിച്ചു. അതിനുശേഷം മിസ്ലിൻ സെയിന്റെ മുന്നിൽ ഒരു ചെറിയ ഡയറി വെച്ചു കൊടുത്തു. അവൾ പതുക്കെ പറഞ്ഞു, നിനക്ക് സംസാരിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഇതിലത് എഴുതിയാ മതിട്ടോ. സെയിൻ ഒരു പെൻസിൽ എടുത്തു. അവൻ തനിക്ക് പറയാനുള്ള ഇംഗ്ലീഷ് വാക്ക് അതിലെഴുതി. അമ്മ എന്നർത്ഥം വരുന്ന തരത്തിൽ മദർ എന്നായിരുന്നു അവൻ എഴുതിയത്. ക്ലാസ് കഴിഞ്ഞതിനു ശേഷം സ്കൂളിലെ പച്ചക്കറിത്തോട്ടത്തിൽ ജോലി ചെയ്യുന്ന പ്രിൻസിപ്പളിനെ മിസ്ലിൻ ചെന്നു കണ്ടു. അവൾ അദ്ദേഹത്തോട് നേരിട്ട് പറഞ്ഞു, മാർക്കിന്റെ അടിസ്ഥാനത്തിൽ കുട്ടികളെ ഇങ്ങനെ വേർതിരിച്ചിരുത്തുന്നതിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. അതവരിൽ മാനസികമായി വലിയ സമ്മർദ്ദമുണ്ടാക്കും. പ്രിൻസിപ്പൽ തലയുയർത്തി നോക്കിയില്ല. നിങ്ങളിവിടെ പുതിയതല്ലേ, നിങ്ങൾക്കിപ്പോഴും ഇവിടുത്തെ കാര്യങ്ങള് പൂർണ്ണമായി മനസ്സിലായിട്ടില്ല. ഈ രീതി കുട്ടികളെ കൂടുതൽ കഠിനാധ്വാനം ചെയ്യാൻ പ്രേരിപ്പിക്കും. അവര് മുന്നിലെ സീറ്റിലേക്ക് വരാൻ ആഗ്രഹിക്കും. അതിനുവേണ്ടി ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. മിസ്ലിൻ കൂടുതലൊന്നും പറഞ്ഞില്ല. അവൾ അവിടെ നിന്ന് നടന്നുപോയി. സ്കൂൾ സമയം കഴിഞ്ഞപ്പോ പ്രിൻസിപ്പൽ തോട്ടത്തിലെ പച്ചക്കറികൾ വിളവെടുത്തതത്രയും കുട്ടികൾക്ക് വിതരണം ചെയ്തു. മിസ്ലിൻ ഇത് ദൂരെ നിന്ന് നോക്കിക്കണ്ടു. തുടർന്ന് അവൾ അടുത്തുള്ള ഗ്രാമം ചുറ്റിക്കാണാൻ തീരുമാനിച്ചു. ആ സമയത്താണ് അവൾ തന്റെ ക്ലാസ്സിലെ വിദ്യാർത്ഥിനിയായ സുജൻ എന്ന കൊച്ചു പെൺകുട്ടിയെ കാണുന്നത്. സുജൻ തന്റെ അനിയനെ പുറത്തു ചുമന്ന് ജോലി ചെയ്യുകയായിരുന്നു. അവളുടെ മാതാപിതാക്കൾ അവളുടെ കൂടെയില്ല. അവൾ മുത്തശ്ശനും മുത്തശ്ശിക്കുമൊപ്പമാണ് താമസിക്കുന്നത്. അവരെ അവൾക്ക് പറ്റുന്ന രീതിയിൽ സഹായിക്കുന്നു. മിസ്ലിൻ ആ കുട്ടിയെടുക്കാനായി കൈകൾ നീട്ടി. എന്നാൽ ആ കുഞ്ഞ് ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. സുജൻ പതുക്കെ അനിയനെ തിരികെ കൈകളിൽ വാങ്ങി. ആ നിമിഷം അവൻ ശാന്തനായി. അന്ന് രാത്രി മിസ്ലിൻ തന്റെ മുറിയിൽ തനിച്ചിരിക്കുകയായിരുന്നു. അവൾ ഫോണിലെ പഴയ ചിത്രങ്ങളിലൂടെ തന്റെ അമ്മയുടെ ഓർമ്മകളിലൂടെ കണ്ണോടിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് അവൾ വീണ്ടും ആ ശബ്ദം കേൾക്കുന്നത്. അവളുടൻ തന്നെ പുറത്തേക്ക് ഓടിയിറങ്ങി. എന്നാൽ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. കൂരിരുട്ട് മാത്രം. അടുത്ത ദിവസം മിസ്ലിൻ താൻ കേട്ട വിചിത്രമായ ശബ്ദങ്ങളെക്കുറിച്ച് കൂടെയുള്ള 2 അധ്യാപകരോടും പറഞ്ഞു. മിസ്റ്റർ യു പറഞ്ഞു, ഞാൻ നിങ്ങളോട് മുമ്പും പറഞ്ഞിട്ടില്ലേ, ആ മുറിയിൽ നിന്ന് പിയാനോയുടെ ശബ്ദം കേൾക്കാറുണ്ടെന്ന്. പക്ഷേ നിങ്ങളാരും എന്നെ വിശ്വസിച്ചില്ല. എനിക്ക് തോന്നുന്നത് അവിടെ ഒരു പ്രേതമുണ്ടെന്നാണ്. മിസ് തിയാൻ പെട്ടെന്ന് തന്നെ അയാളെ ശകാരിച്ച് വായടപ്പിച്ചു. പിന്നീട് ഒരു സമയം മിസ്ലിൻ പ്രിൻസിപ്പളിന്റെ ഓഫീസിൽ ചെന്ന് ആ മുറിയുടെ താക്കോൽ രഹസ്യമായി കൈക്കലാക്കി. അവൾ ആ പൊടി പിടിച്ച പിയാനോ റൂം തുറന്ന് അകത്തേക്ക് കയറി. പൊടിപടലങ്ങൾ നിറഞ്ഞ ആ പഴയ പിയാനോയിൽ അവൾ പുതിയ വിരലടയാളങ്ങൾ കണ്ടു. അവളുടെ ഹൃദയമിടിപ്പ് വേഗത്തിലായി. അവൾ മുറിയുടെ ഓരോ മൂലയും തിരഞ്ഞു. പിൻവാതിൽ അകത്തുനിന്ന് പൂട്ടിയിരിക്കുകയായിരുന്നു. ആർക്കും അതിലൂടെ അകത്ത് കടക്കാൻ കഴിയില്ല. പിന്നെങ്ങനെ ശബ്ദം കേൾക്കുന്നു? അവൾ അങ്കലാപ്പിലായി. എന്തായാലും അവൾ തിരികെ ക്ലാസ്സിലെത്തി. ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഒരു മത്സരം സംഘടിപ്പിച്ചു. എന്നാൽ സംസാരിക്കില്ലാത്ത ആ പയ്യൻ കാരണം ആൺകുട്ടികളുടെ ടീം തോറ്റു. പെൺകുട്ടികൾ വിജയിച്ചു. അതോടെ സെയിന്റെ സുഹൃത്തിന് കനത്ത ദേഷ്യം വന്നു. സംസാരിക്കില്ലാത്ത സെയിനെ കുറ്റം പറഞ്ഞ് അവൻ തള്ളാൻ ആരംഭിച്ചു. അവനോട് തട്ടിക്കയറി. സെയിനാകട്ടെ തിരിച്ചു പൊരുതാൻ നിന്നില്ല. അവനൊരു വാക്കുപോലും മിണ്ടാതെ ക്ലാസ് മുറിയിൽ നിന്ന് പുറത്തിറങ്ങി തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആ ഒരു മരത്തിന്റെ അടുത്തേക്ക് നടന്നു.
പ്രിൻസിപ്പൽ പക്ഷേ അവനെ പിടികൂടി വഴക്ക് പറയാൻ ആരംഭിച്ചു. നീ വീണ്ടും ക്ലാസ് കട്ട് ചെയ്തല്ലേ? എന്നാൽ അപ്പോഴേക്കും മിസ്ലിൻ അവിടെ എത്തി സൈനെ സംരക്ഷിക്കാൻ ഇടപെട്ടു. എന്നിരുന്നാലും പ്രിൻസിപ്പൽ അവനെ ശിക്ഷിച്ചു. ആ പൊടി പിടിച്ച അഴുക്കായ പിയാനോ റൂം അവൻ വൃത്തിയാക്കണം എന്നതായിരുന്നു ശിക്ഷ. മിസ്ലിൻ സൈന്റെ കൈപിടിച്ച് അവനെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവന്റെ കൂടെ ആ റൂം വൃത്തിയാക്കാൻ മിസ്ലിനും ചേർന്നു. കുറച്ച് കഴിഞ്ഞപ്പോ സൈൻ ക്ഷീണിതനായി കാണപ്പെട്ടു. മിസ്ലിൻ അവനോട് വിശ്രമിക്കാൻ പറഞ്ഞു. എന്നാൽ സൈൻ തന്റേതായ ഒരു ലോകത്തിൽ മുഴുകി ജോലി ചെയ്തുകൊണ്ടേയിരുന്നു. മിസ്ലിൻ അവന്റെ അരികിൽ മുട്ടുകുത്തിയിരുന്ന് പതുക്കെ പറഞ്ഞു, നിനക്ക് എന്റെ ക്ലാസ്സിൽ സംസാരിക്കണമെന്നില്ല, എനിക്കത് മനസ്സിലാകും. പക്ഷേ ഇനിയൊരിക്കലും എന്റെ ക്ലാസ് ഉപേക്ഷിച്ച് നീ ഓടിപ്പോകരുത്. സൈൻ നിശബ്ദമായി തന്റെ വലിയ കണ്ണുകളാൽ അവളെ തന്നെ നോക്കിയിരുന്നു. അവൻ മറുപടിയൊന്നും പറഞ്ഞില്ലെങ്കിലും അവന്റെ നോട്ടത്തിൽ നിന്ന് തന്നെ അവനത് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് വ്യക്തമായിരുന്നു. അന്ന് രാത്രി മിസ്ലിൻ കുട്ടികളുടെ ഹോംവർക്ക് ബുക്കുകൾ പരിശോധിക്കുകയായിരുന്നു. അതിൽ ഭൂരിഭാഗവും വളരെയധികം അഴുക്ക് പറ്റിയവയാണ്. ചില താളുകളിൽ ഉണങ്ങിയ ചോറ് പോലും ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത ദിവസം അവൾ ആ ബുക്കുമായി പ്രിൻസിപ്പലിന്റെ ഓഫീസിലെത്തി. അദ്ദേഹത്തിന്റെ മേശപ്പുറത്ത് PTA മീറ്റിംഗിന്റെ ഒരു നോട്ടീസ് അവൾ കണ്ടു. അവളുടെ മുഖം പ്രകാശിച്ചെങ്കിലും പ്രിൻസിപ്പൽ പെട്ടെന്ന് തന്നെ അവളെ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവന്നു. ഇതിവിടെ വെറുമൊരു ചടങ്ങ് മാത്രമാണ്. ഇവിടത്തെ ഭൂരിഭാഗം കുട്ടികളുടെയും മാതാപിതാക്കള് ഇവിടൊന്നുമല്ല ജീവിക്കുന്നത്. അവര് സിറ്റിയിലാ ഉള്ളത്. അവരുടെ ജോലിയും മറ്റും അവിടാണ്. ഈ സ്കൂളിൽ ഇതുവരെ രക്ഷിതാക്കളുടെ യോഗം നടന്നിട്ടില്ല. പക്ഷെ മിസ്ലിന് അത് അംഗീകരിക്കാൻ പറ്റുമായിരുന്നില്ല. PTA മീറ്റിംഗ് വളരെ പ്രധാനപ്പെട്ടതാണ്. മാതാപിതാക്കൾ ഇവിടെ ഇല്ലെങ്കിലെന്താ, മുത്തച്ഛനും മുത്തശ്ശിയും അല്ലെങ്കിൽ മറ്റു കുടുംബാംഗങ്ങളൊക്കെയില്ലേ? ഞാൻ ഇന്നലെ കുട്ടികളുടെ ഹോംവർക്ക് ബുക്കുകൾ നോക്കിയിരുന്നു. സത്യം പറഞ്ഞ എന്റെ ഹൃദയം തകർന്നുപോയി. ഈ കുട്ടികൾ വീട്ടിലും ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് വീടുകളിലും കൃത്യമായ മാർഗനിർദ്ദേശം കിട്ടണം. എനിക്ക് PTA മീറ്റിംഗ് വിളിച്ചുകൂട്ടിയേ തീരൂ. പ്രിൻസിപ്പൽ അല്പം ദേഷ്യത്തോട് നെടുവീർപ്പിട്ടു. നിങ്ങൾക്കിഷ്ടമുള്ളത് ചെയ്തോ, ഞാനതിനെയൊന്നും എതിർക്കുന്നില്ല. അടുത്ത ദിവസം ക്ലാസ്സിൽ മിസ്ലിൻ ഓരോ കുട്ടിയുടെയും കൈകളിൽ തങ്ങളുടെ രക്ഷിതാക്കൾക്ക് നൽകാൻ ഓരോ കത്ത് കൊടുത്തു വിട്ടു. അത് PTA മീറ്റിംഗിലേക്കുള്ള ക്ഷണക്കത്തായിരുന്നു. അങ്ങനെ PTA മീറ്റിംഗിന്റെ ദിവസം എത്തിച്ചേർന്നു. രക്ഷിതാക്കൾ കൃത്യസമയത്ത് തന്നെ എത്തി. മിക്ക കുട്ടികളുടെയും മുത്തശ്ശിയും മുത്തശ്ശന്മാരായിരുന്നു വന്നിരുന്നത്. എന്നാൽ ആ മുതിർന്നവർ തങ്ങൾക്കിടയിൽ കാര്യങ്ങൾ സംസാരിക്കുന്ന തിരക്കിലായിരുന്നു. ചിലരാകട്ടെ തങ്ങളുടെ ആടുകളെപ്പോലും PTA മീറ്റിംഗിലേക്ക് വന്നപ്പോ കൂടെ കൂട്ടിയിരുന്നു. ആരും മിസ്ലിനെ ശ്രദ്ധിക്കുന്നേയുണ്ടായിരുന്നില്ല. അപ്പോഴാണ് പ്രിൻസിപ്പൽ മുറിയിലേക്ക് കടന്നു വന്നത്. അദ്ദേഹം വന്നയുടൻ തന്നെ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റി. അദ്ദേഹം ദൃഢമാർന്ന ശബ്ദത്തിൽ പറഞ്ഞു, നിങ്ങൾക്കെല്ലാവർക്കും ഈ സ്കൂളിന് പുറത്ത് ഒട്ടനവധി ഉത്തരവാദിത്തങ്ങളുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ചില കാര്യങ്ങളുണ്ട്. കുട്ടികൾ ഹോംവർക്ക് ചെയ്യുന്ന സ്ഥലം വൃത്തിയുള്ളതായിരിക്കണം. നിങ്ങൾ അവരുടെ നോട്ട്ബുക്ക് എടുത്തു നോക്കിക്കേ, അതെന്തുമാത്രം അഴുക്ക് പറ്റിയ നിലയിലാണെന്നറിയാമോ? നിങ്ങൾ ഈ കാര്യങ്ങളിലൊക്കെ അല്പം ശ്രദ്ധ പുലർത്തണം. കുട്ടികൾക്ക് കൃത്യമായ മാർഗനിർദ്ദേശം കൊടുക്കണം. അദ്ദേഹം അങ്ങനെ കുറച്ചുനേരം സംസാരിച്ചു. അതിനുശേഷം മിസ്ലിന്റെ നേരെ തിരിഞ്ഞു. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ? മിസ്ലിൻ പതുക്കെ തലയാട്ടി. ഇല്ലെന്ന അർത്ഥത്തിൽ. താങ്കളെല്ലാം പറഞ്ഞല്ലോ എന്നായിരുന്നു അവൾ വ്യക്തമാക്കിയത്. അന്ന് ആ യോഗത്തിനു ശേഷം മിസ്ലിൻ സൈന്റെ മുന്നിൽ ഒരു ഡയറി വെച്ചു കൊടുത്തു. അവൾ മൃദുവായി ചോദിച്ചു, എന്തുകൊണ്ടാ നിന്റെ രക്ഷിതാക്കൾ വരാതിരുന്നേ? സൈനൊന്നും മിണ്ടാതെ അവിടെ തന്നെ നിന്നു. അപ്പോഴാണ് മിസ്ലിൻ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. സൈന്റെ കഴുത്തിന്റെ ഒരു വശത്ത് ഒരു മുറിവുണ്ട്. അവൾ പരിഭ്രമത്തോട് ചോദിച്ചു, ഇതെങ്ങനെ സംഭവിച്ചു? അവൾ ഉടൻ തന്നെ സൈനെ ഒരു ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോയി. ഡോക്ടർ ആ മുറിവ് വൃത്തിയാക്കി കൃത്യമായി മരുന്ന് വെച്ച് കെട്ടി. അതിനുശേഷം അദ്ദേഹം മിസ്ലിനെ നോക്കി പറഞ്ഞു, ഇവനെ ഇനി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാം. പക്ഷേ ആരെങ്കിലും നന്നായി ഇവനെ നോക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ ഉറപ്പുവരുത്തണം. അവർ ക്ലിനിക്കിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോ സൈൻ ടീച്ചറുടെ മുന്നിൽ തനിച്ച് നടക്കുകയായിരുന്നു. മിസ്ലിൻ അവന്റെ പിന്നാലെ ഓടിച്ചെന്ന് അവന്റെ കൈകളിൽ പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് നിന്റെ മാതാപിതാക്കളോടൊന്ന് സംസാരിക്കണം. സൈൻ അത് അവഗണിച്ചു. അവള് വീണ്ടും ശ്രമിച്ചു, എനിക്ക് നിന്നെക്കുറിച്ച് കൂടുതൽ അറിയണം സൈൻ. എന്നാൽ എപ്പോഴത്തെയും പോലെ അവൻ നിശബ്ദനായി തുടർന്നതേയുള്ളൂ. അന്ന് രാത്രി സൈൻ പ്രിൻസിപ്പലിനടുക്കൽ ചെന്നു. സൈന്റെ വീട്ടഡ്രസ് ചോദിച്ചറിഞ്ഞു. പിന്നാലെ അവൾ അങ്ങോട്ട് പോയി. ഒരു മനുഷ്യൻ വാതിൽക്കൽ വെച്ച് അവളെ സ്വീകരിച്ചു. അവൾ സ്വയം പരിചയപ്പെടുത്തി, ഞാൻ സൈന്റെ ടീച്ചറാണ്. ആ മനുഷ്യൻ അവളെ സ്നേഹത്തോടെ അകത്തേക്ക് ക്ഷണിച്ചു. മിസ്ലിൻ സംസാരിച്ചു തുടങ്ങി, നിങ്ങൾ കൂടുതൽ സമയവും നഗരത്തിലാ ജീവിക്കുന്നത് എന്ന് ഞാൻ അറിഞ്ഞു. പണമുണ്ടാക്കുന്നത് പ്രധാനമാണെന്ന് എനിക്ക് മനസ്സിലാകും. എന്നാൽ ഒരു കുട്ടിയെ നോക്കുന്നത് അത്ര തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ്. ആ മനുഷ്യൻ പതുക്കെ ചിരിച്ചു. ഞാൻ സൈന്റെ അച്ഛനോടും ഇത് തന്നെയാ പറയാറുള്ളത്. തുടർന്ന് അദ്ദേഹം കാര്യം വ്യക്തമാക്കി, ഞാൻ അവന്റെ
അച്ഛനല്ല. സെയിന്റെ അച്ഛൻ നഗരത്തിലായിരിക്കുമ്പോ ഞാൻ ഇടയ്ക്ക് വന്ന് അവനെ നോക്കാറുണ്ട്. കുറച്ച് ദിവസങ്ങൾ കൂടുമ്പോ ഞാൻ അവനെ വന്ന് കാണും. അവന് വേണ്ട സാധനങ്ങൾ വാങ്ങിക്കൊടുക്കും. അതിന്റെ പണമൊക്കെ നഗരത്തിൽ നിന്നും അവന്റെ അച്ഛൻ അയച്ചു തരും. ഞാനിവിടുത്തെ പ്രസിഡന്റാണ്, വില്ലേജ് ചീഫാണ്. അവന്റെ അച്ഛൻ അയച്ച പണം ഞാനിപ്പോ സെയിന്റെ കൈകളിൽ ഏൽപ്പിച്ചേയുള്ളൂ. തുടർന്ന് അദ്ദേഹം പോകാനായി തിരിഞ്ഞു. അവൾ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് ചോദിച്ചു, എന്തുകൊണ്ടാ സെയിൻ സംസാരിക്കാത്തത്? പ്രസിഡന്റിന്റെ മുഖം വികാരാധീനമായി. ഞാനവനെ നഗരത്തിലെ ആശുപത്രിയിൽ കൊണ്ടുപോയിരുന്നു. ഡോക്ടർമാർ പല പരിശോധനകളും നടത്തി. അവന്റെ തൊണ്ടയ്ക്കൊന്നും ഒരു കുഴപ്പവുമില്ലെന്നാ അവര് പറഞ്ഞത്. അദ്ദേഹം ഒന്ന് നിർത്തി. എന്നിട്ട് പറഞ്ഞു, സെയിന്റെ അച്ഛൻ എപ്പോഴും നഗരത്തിൽ ജോലിയിലായതുകൊണ്ട് അവനെപ്പോഴും ഒറ്റയ്ക്കായിരുന്നു. അവനാകെ കൂട്ടുണ്ടായിരുന്നത് അവന്റെ അമ്മ മാത്രമാണ്. പക്ഷെ അവളും കൂടി അവനെ വിട്ടു പോയതോടെ ആ കുട്ടി തീർത്തും ഒറ്റപ്പെട്ടു പോയി. അതിനുശേഷം അവൻ ആരോടും ഒരു വാക്കുപോലും മിണ്ടിയിട്ടില്ല. അതൊക്കെ അറിഞ്ഞതും മിസ്ലിന് വല്ലാത്ത ദുഃഖം തോന്നി. അടുത്ത ദിവസം മിസ്ലിൻ സെയിനെ ദൂരെ നിന്ന് നിരീക്ഷിക്കുകയായിരുന്നു. കളിക്കളത്തിലും ക്ലാസ് മുറിയിലും എല്ലായിടത്തും അവൾ അവനെ ശാന്തമായി നിരീക്ഷിച്ചു. സെയിൻ ആരോടും അവനോട് എന്തു ചെയ്താലും തിരിച്ചു പ്രതികരിക്കാറില്ല. അവനൊരു പ്രതിഷേധവും അറിയിക്കാറുമില്ല. അവനവിടെ നിശബ്ദനായി തുടരുകയേയുള്ളൂ. അന്ന് പ്രിൻസിപ്പൽ കണക്ക് ക്ലാസ് എടുക്കുകയായിരുന്നു. എന്നാൽ അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിക്കുന്ന രീതി കുട്ടികൾക്ക് വളരെ ബുദ്ധിമുട്ടാണെന്ന് തോന്നി. മിസ്ലിന് അത് അവരുടെ മുഖങ്ങളിൽ നിന്ന് വായിച്ചെടുക്കാമായിരുന്നു. അവൾ പ്രിൻസിപ്പലിനടുക്കൽ സംസാരിച്ചു, സാർ, നിങ്ങൾക്ക് വിഷമമില്ലെങ്കിൽ ഈ മാത്സ് ക്ലാസ് ഞാൻ എടുക്കട്ടെ? പ്രിൻസിപ്പൽ സന്തോഷത്തോടെ അതിന് സമ്മതിച്ചു. മിസ്ലിൻ മാത്സ് ക്ലാസുകൾ വളരെ ലളിതമായും മനോഹരമായും കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. ഒരു പിയാനോ സംഗീതം പോലെ അതത്രമേൽ സുന്ദരമായി കുട്ടികൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവുന്നുണ്ടായിരുന്നു. പ്രിൻസിപ്പൽ അത് കണ്ട് അത്ഭുതപ്പെടുകയും ചെയ്തു. ആദ്യമായി സെയിൻ ക്ലാസ്സിൽ അതീവ ശ്രദ്ധയോടെ ഇരിക്കുന്നതും അവൾ നോക്കിക്കണ്ടു. അന്ന് രാത്രിയിൽ മിസ്ലിൻ തന്റെ അമ്മയുടെ പഴയ വീഡിയോകൾ ഫോണിൽ നോക്കിക്കാണുകയായിരുന്നു. പെട്ടെന്നവൾ വീണ്ടും ആ പിയാനോ ശബ്ദം കേട്ടു. അവൾ പുറത്തേക്കോടി. ഇത്തവണ പ്രിൻസിപ്പളും അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. അദ്ദേഹവും ആ ശബ്ദം കേട്ടു. അവർ രണ്ടുപേരും ആ മുറിക്കകത്ത് കയറി. അവർ എല്ലായിടത്തും തിരഞ്ഞു. എന്നാൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിൻവാതിൽ അകത്തുനിന്ന് പൂട്ടിയിരിക്കുകയായിരുന്നു. മുൻവാതിലും അടച്ചിരിക്കുകയാണ്. പ്രിൻസിപ്പൽ അതോടെ കടുത്ത ആശയക്കുഴപ്പത്തിലായി. അടുത്ത ദിവസം മിസ്ലിൻ ആ പഴയ പിയാനോ നന്നാക്കിയെടുത്തു. അന്ന് രാത്രി അവൾ ടോർച്ചും പിടിച്ച് പിയാനോ റൂമിന് വെളിയിൽ കാത്തിരുന്നു. ഇന്ന് രാത്രി ആ രഹസ്യം പുറത്തു കൊണ്ടുവരണം എന്നവൾ ഉറപ്പിച്ചിരുന്നു. കുറച്ചു സമയത്തിനു ശേഷം അവൾ അത് കണ്ടു. ഒരു ചെറിയ കൈ പിയാനോയിലേക്ക് നീളുന്നു. ആരോ അത് വായിക്കാൻ തുടങ്ങുന്നു. മിസ്ലിൻ ശബ്ദമുണ്ടാക്കാതെ പതുക്കെ പതുക്കെ അങ്ങോട്ടേക്ക് നീങ്ങി. എന്നാൽ അബദ്ധത്തിൽ അവളുടെ ഭാഗത്തുനിന്നും ഒരു ശബ്ദമുണ്ടായി. അപ്പോൾ അവൻ അവനെ നേരിട്ട് കണ്ടു. അത് സെയിനായിരുന്നു. അവൻ പെട്ടെന്ന് ഒളിക്കാൻ ശ്രമിച്ചു. അപ്പോഴാണ് ഒരു കാര്യം വ്യക്തമാകുന്നത്. എല്ലാവരും പിൻവാതിൽ അടച്ചിരിക്കുകയാണ്, അകത്തുനിന്ന് പൂട്ടിയിരിക്കുകയാണ് എന്നായിരുന്നല്ലോ ചിന്തിച്ചിരുന്നത്. പക്ഷേ അവിടെ ഒരു ഭാഗമുണ്ടായിരുന്നു. ആ പിൻവാതിലിന്റെ ആ ഭാഗം തള്ളി തുറന്ന് അതിലൂടെ അവൻ അകത്ത് കിടക്കാൻ പറ്റും. അങ്ങോട്ടേക്കെത്തിയ മിസ്ലിൻ അത് തള്ളി തുറന്നു. അതിലൂടെയാണ് എല്ലാ രാത്രിയിലും അവൻ അകത്ത് കടന്നിരുന്നത് എന്ന കാര്യം വ്യക്തമായി. അടുത്ത ദിവസം ഹോംവർക്ക് ചെയ്യാത്തതിന് പ്രിൻസിപ്പൽ സെയിനെ അടിക്കാൻ ഒരുങ്ങുകയായിരുന്നു. മിസ്ലിൻ പക്ഷേ അദ്ദേഹത്തെ പുറത്തേക്ക് വിളിച്ചു. അവൾ അദ്ദേഹത്തോട് അപേക്ഷിച്ചു, ദയവായി അവനെ അടിക്കരുത്, എനിക്കൊരാഴ്ചത്തെ സമയം തരണം. സെയിൻ സ്വന്തമായി ഹോംവർക്ക് ചെയ്യും എന്ന് ഞാൻ ഉറപ്പു തരാം. പ്രിൻസിപ്പൽ തലകുലുക്കി. എന്നിട്ട് പറഞ്ഞു, അതൊന്നും നടക്കുന്ന കാര്യമല്ല. എനിക്ക് വർഷങ്ങളായി ഇവനെ അറിയാം. പ്രിൻസിപ്പലിന് സെയിനെയൊട്ടും ഇഷ്ടമല്ല എന്നാണ് മിസ്ലിൻ കരുതിയത്. അതുകൊണ്ട് ക്ലാസ് കഴിഞ്ഞതിനു ശേഷം അവൾ അദ്ദേഹത്തിന് ഒരു ചെറിയ സമ്മാനം, ഒരു ടിൻ ഫുഡ് നൽകാനായി ചെന്നു. പ്രിൻസിപ്പൽ ആകട്ടെ തന്റെ ജോലി തിരക്കിലായിരുന്നു. അദ്ദേഹം തലയുയർത്തി നോക്കി. എന്നിട്ട് ചോദിച്ചു, നിങ്ങളെന്താ കൈക്കൂലി തന്നെ സ്വാധീനിക്കാൻ ശ്രമിക്കുവാണോ? അദ്ദേഹത്തിന്റെ വാക്കുകൾ അവളെ വേദനിപ്പിച്ചിരുന്നു. മിസ്ലിന് അത് കേട്ടപ്പോ വിഷമം തോന്നി. തുടർന്ന് പ്രിൻസിപ്പൽ എഴുന്നേറ്റ് നിന്ന് അവൾക്ക് 2 കഷ്ണം ബ്രെഡ് എടുത്തു നൽകി. പക്ഷേ പ്രിൻസിപ്പലിന്റെ ഗൗരവവും മറ്റും കണ്ട് അവൾ വല്ലാതെ മാനസിക വിഷമത്തിലായി കഴിഞ്ഞിരുന്നു. അവൾ തിരിഞ്ഞു നടന്നുപോയി. അന്ന് രാത്രിയിൽ അത്താഴം കഴിക്കുന്ന സമയത്ത് മറ്റ് 2 അധ്യാപകർ മിസ്ലിനോട് പ്രിൻസിപ്പലിനെ കുറിച്ച് സംസാരിച്ചു. പ്രിൻസിപ്പൽ ഒരു ക്രൂരനായ വ്യക്തിയാണ് എന്നായിരുന്നു ലിൻ ചിന്തിച്ചിരുന്നത്. പക്ഷേ അവർ പറഞ്ഞു, പ്രിൻസിപ്പൽ കുട്ടികളോട് വളരെ ക്രൂരനാണെന്നാണ് നിങ്ങൾ കരുതുന്നതല്ലേ? എന്നാൽ അദ്ദേഹം അഭിനയിക്കുന്നതാണ് അത് അവരുടെ നന്മയ്ക്ക് വേണ്ടിയാ. അദ്ദേഹം പണ്ട് ഒരുപാട് പുകവലിക്കുമായിരുന്നു. എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം അത് നിർത്തി. എന്തിനാണെന്നറിയാമോ? ആ പണം അദ്ദേഹം കൂട്ടിവെക്കും. എന്നിട്ട് ആ പണം ഉപയോഗിച്ച സ്കൂളിലെ പാവപ്പെട്ട ഈ കുട്ടികൾക്ക് അദ്ദേഹം നോട്ട്ബുക്ക് വാങ്ങി നൽകുന്നത്. കുട്ടികൾക്കാർക്കും സ്വന്തം പണം കൊണ്ട് ബുക്കുകൾ വാങ്ങേണ്ടി വന്നിട്ടേയില്ല. അദ്ദേഹത്തിന് നഗരത്തിലേക്ക് പലതവണ മാറ്റം ലഭിച്ചതാ. എന്നാ ഈ കുട്ടികൾക്ക് വേണ്ടി, ആരുമില്ലാത്ത ഈ സ്കൂളിനു വേണ്ടി അദ്ദേഹം കഴിഞ്ഞ 30 വർഷം
വർഷമായി ഈ ഗ്രാമത്തിൽ തന്നെ തുടരുകയാണ്. അദ്ദേഹത്തിന് സ്വന്തമെന്ന് പറയാൻ ഒരു കുടുംബമില്ല. ഒരു കാലത്ത് ഈ സ്കൂളിലാകെ 4-5 കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ. മാതാപിതാക്കള് അവരെ സ്കൂളിലേക്ക് അയക്കാൻ തയ്യാറായിരുന്നുമില്ല. അവർ അവരെ ജോലിക്ക് വിടുകയാ ചെയ്തുകൊണ്ടിരുന്നത്. പ്രിൻസിപ്പൾ എന്ന് എല്ലാ വീടുകളിലും കയറിയിറങ്ങി കുട്ടികളെ വീണ്ടും സ്കൂളിലേക്ക് അയക്കാൻ അദ്ദേഹം അവരുടെ മുന്നിൽ മുട്ടുകുത്തി അപേക്ഷിച്ചു. അങ്ങനെ കുറച്ച് കുട്ടികളെങ്കിലും സ്കൂളിലെത്തിയത്. പിന്നാലെ അവിടെ ഉണ്ടായിരുന്ന മിസ് തിയാന്റെ നേരെ വിരൽ ചൂണ്ടി ആ ടീച്ചർ തുടർന്നു. ആ കാണുന്ന കുട്ടിയില്ലേ, അവന്റെ അച്ഛൻ അവനൊരു പന്നി ഫാമിൽ ജോലിക്ക് വിട്ടതായിരുന്നു. പ്രിൻസിപ്പൾ തന്റെ സ്വന്തം ശമ്പളത്തിൽ നിന്ന് 2 മാസത്തെ തുക അവന്റെ അച്ഛന് നൽകിയ ആ കുട്ടിയെ അവിടെ നിന്ന് മോചിപ്പിച്ച് വീണ്ടും സ്കൂളിലെത്തിച്ചത്. അദ്ദേഹം ഈ കുട്ടികളെയൊക്കെ സ്വന്തം മക്കളെപ്പോലെയാ കാണുന്നത്. തന്റെ ശമ്പളവും സമ്പാദ്യവുമെല്ലാം അദ്ദേഹം ഇവർക്കായി ചിലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കേട്ടതും മിസ് ലിന്നിന്റെ കണ്ണുകൾ നിറഞ്ഞു. അവൾ അത്രയും മഹാനായ ഒരു മനുഷ്യനെയാണല്ലോ തെറ്റിദ്ധരിച്ചത് എന്ന് ചിന്തിച്ചു. അടുത്ത ദിവസം സെയിൻ തനിക്ക് പ്രിയപ്പെട്ട ആ മരത്തിലിരിക്കുകയായിരുന്നു. മിസ് ലിൻ അതിന്റെ ചുവട്ടിലേക്ക് നടന്നു ചെന്നു. അവൾ മുകളിലേക്ക് നോക്കി പറഞ്ഞു, എല്ലാ രാത്രിയും ആരാ പിയാനോ വായിക്കുന്നതെന്ന് എനിക്കറിയാട്ടോ. അവൾ ഒന്ന് നിർത്തി. പക്ഷേ നീ അതിലിപ്പോഴും അത്ര മിടുക്കനായിട്ടില്ല. നിനക്ക് എന്നെയും അത് കൃത്യമായി പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇന്നു മുതൽ നീ നിന്റെ ഹോംവർക്ക് കൃത്യമായിട്ട് ചെയ്യണം. അവന്റെ ബുക്ക് പരിശോധിച്ചപ്പോ മിസ് ലിൻ അത് മനസ്സിലാക്കിയിരുന്നു. അവന്റെ ഹോംവർക്ക് ബുക്കിൽ പിയാനോയുടെ നോട്ടുകൾ വരച്ചു വെച്ചിരിക്കുന്നത് അവൾ കണ്ടിരുന്നു. അന്നു മുതൽ എല്ലാ ദിവസവും സ്കൂൾ കഴിഞ്ഞ ശേഷം സെയിൻ മിസ് ലിന്നിനൊപ്പം ഇരുന്ന് ഹോംവർക്ക് ചെയ്യാൻ തുടങ്ങി. രാത്രികളിൽ അവരിരുവരും സെയിൻ ഉണ്ടാക്കിയ രഹസ്യ വഴിയിലൂടെ പിയാനോ റൂമിലേക്ക് ഒളിച്ചു കടക്കും. മിസ് ലിൻ സെയിന് പിയാനോയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കാനും തുടങ്ങി. സെയിൻ അത് പൂർണ്ണ മനസ്സോടെ പഠിച്ചെടുത്തു. അവനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കെ മിസ് ലിൻ തന്റെ അമ്മയെ ഓർത്തു. അതുപോലെ തന്നെയായിരുന്നു അവളുടെ അമ്മയും അവളെ പഠിപ്പിച്ചിരുന്നത്. എന്നാൽ ഒരു ദിവസം രാത്രി പ്രിൻസിപ്പൽ വീണ്ടും പിയാനോയുടെ ശബ്ദം കേട്ടു. ആ മുറിയിലേക്ക് ഓടിയെത്തി. അദ്ദേഹം വാതിൽ തുറന്നെങ്കിലും അകത്താരെയും കണ്ടില്ല. സെയിനും മിസ് ലിന്നും കൃത്യസമയത്ത് തന്നെ പോയി ഒളിച്ചിരുന്നു. ആദ്യമായി എന്ന് സെയിന്റെ മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു. അടുത്ത ദിവസം പ്രിൻസിപ്പൽ ഹോംവർക്ക് ബുക്കുകൾ നോക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകൾ പെട്ടെന്നൊരിടത്തൊടുക്കി നിന്നു. അദ്ദേഹം ആ ബുക്കിലെ പേര് വീണ്ടും എടുത്തു നോക്കി. സെയിൻ അവന്റെ ഹോംവർക്ക് ചെയ്തിരിക്കുന്നു. പ്രിൻസിപ്പൽ സെയിനെ തന്റെ മേശക്കരികിലേക്ക് വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, ഇത് നീ തന്നെ ചെയ്തതാണോ? സെയിൻ തലയാട്ടി അതേ എന്ന് കാണിച്ചു. പ്രിൻസിപ്പൽ കൂടുതലൊന്നും പറഞ്ഞില്ല. അവൻ തിരികെ സീറ്റിലേക്ക് പോയി. അദ്ദേഹത്തിന്റെ മനസ്സിൽ വലിയ തോതിൽ സന്തോഷം തോന്നുന്നുണ്ടായിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. മിസ് ലിൻ സെയിന് വേണ്ടി തന്റെ സമയവും കരുതലും നൽകിക്കൊണ്ടേയിരുന്നു. ഒരു ദിവസം സെയിൻ വീണ്ടും മരത്തിലിരിക്കുകയായിരുന്നു. മിസ് ലിൻ അവനോട് താഴേക്കിറങ്ങാൻ പറഞ്ഞു. എന്നാൽ സെയിൻ അവളോട് മുകളിലേക്ക് കയറി വരാൻ പറഞ്ഞ ആംഗ്യം കാണിച്ചു. മിസ് ലിന്നിന് മരം കയറാൻ അറിയില്ലായിരുന്നു. എന്നാൽ ഇന്ന് സെയിൻ ഈ സ്ഥലം എന്താ ഇത്രയധികം പ്രിയപ്പെട്ടതാകാൻ കാരണം എന്ന് കണ്ടെത്താൻ അവൾ ആ മരത്തിന്റെ മുകളിലേക്ക് കഷ്ടപ്പെട്ട് കയറി. ഒരുപാട് കഷ്ടപ്പെട്ടാണ് അവൾ മുകളിൽ എത്തിച്ചേർന്നത്. അവിടെ എത്തിയതും സെയിൻ ചക്രവാളത്തിന്റെ നേരെ വിരൽ ചൂണ്ടി. മിസ് ലിൻ അങ്ങോട്ട് നോക്കി. അവളുടെ ശ്വാസം പോലും ഒന്ന് നിലച്ചു. അത്രയധികം മനോഹരമായ ഒരു കാഴ്ച അവൾ ജീവിതത്തിൽ അന്നേ വരെ കണ്ടിട്ടില്ലായിരുന്നു. അസ്തമയ സൂര്യൻ ആ മലനിരകളെ സ്വർണവും പർപ്പിളും നിറങ്ങളാൽ ചായം പൂശിയിരിക്കുന്നു. അവർ ഇരുവരും ഒന്നിച്ച് ആ കുന്നുകൾക്കപ്പുറത്തേക്ക് സൂര്യൻ മറയുന്നത് നിശബ്ദരായി നോക്കിക്കണ്ടിരുന്നു. അടുത്ത ദിവസം മിസ് ലിൻ ക്ലാസ്സിലെ എല്ലാ കുട്ടികളെയും കൂട്ടി ചെറിയൊരു യാത്ര പോയി. കുട്ടികൾ എല്ലാവരും അത്യധികം സന്തോഷത്തിലായിരുന്നു. അവർ ഒരു മലയിടുക്കിന്റെ അരികിൽ ചെന്നു നിന്നു. മിസ് ലിൻ ആ വിശാലമായ ആകാശത്തേക്ക് നോക്കി ഉച്ചത്തിൽ ഒച്ച വയ്ക്കാൻ തുടങ്ങി. കുട്ടികളും തങ്ങളുടെ അധ്യാപികയെ പിന്തുടർന്നു. അവർ തങ്ങളുടെ പൂർണ്ണ ശക്തിയോടെ ഒച്ച വയ്ക്കുകയും അതിന്റെ പ്രതിധ്വനി തിരികെ വരുന്നത് കേൾക്കുകയും ചെയ്തു. തുടർന്ന് മിസ് ലിൻ കൈകൾ ഉയർത്തി. എല്ലാവരും നിശബ്ദരായി. അവൾ പറഞ്ഞു, ഇനി നിങ്ങളുടെ മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ ഉച്ചത്തിൽ വിളിച്ചു പറയൂ. ഈ മലനിരകളോട് അത് വിളിച്ചു പറയൂ. അത് യാഥാർത്ഥ്യമാകും. ഓരോ കുട്ടികളായി തങ്ങളുടെ സ്വപ്നങ്ങൾ വിളിച്ചു പറഞ്ഞു. ഒരാൾക്ക് പട്ടാളക്കാരനാകണം, മറ്റൊരാൾക്ക് ഡോക്ടറാകണം, വേറൊരാൾക്ക് അധ്യാപികയാകണം. എന്നാൽ ഒരു കുട്ടി മാത്രം ഒന്നും പറയാതെ മടിച്ചു നിൽക്കുകയായിരുന്നു. മിസ് ലിൻ അവനെ പതുക്കെ പ്രോത്സാഹിപ്പിച്ചു. ഒടുവിൽ അവൻ ആഴത്തിലൊരു ശ്വാസമെടുത്തു. തന്റെ പൂർണ്ണ ശക്തിയോടെ വിളിച്ചു പറഞ്ഞു, അമ്മേ, അച്ഛാ, വേഗം വീട്ടിലേക്ക് വാ. എനിക്ക് നിങ്ങളെ ഒരുപാട് ഓർമ്മ വരുന്നു. അത് പറയുമ്പോൾ അവന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ ഒഴുകുന്നുണ്ടായിരുന്നു. തുടർന്ന് ഓരോ കുട്ടികളായി ആ മലനിരകളിലേക്ക് നോക്കി അതേ ആഗ്രഹം തന്നെ വിളിച്ചു പറയാൻ തുടങ്ങി. അവരെല്ലാവരും കരയുന്നുമുണ്ടായിരുന്നു. കാരണം ഈ കുട്ടികളുടെ പാരന്റ്സ് എല്ലാവരും ദൂരെ ചെയ്യുന്നത് നഗരത്തിലാണ്. അവരെല്ലാം ഇവിടെ ഒറ്റപ്പെട്ടു പോയവരാണ്. കുട്ടികളൊക്കെയും പൊട്ടിക്കരഞ്ഞു. അല്പം മാറി സെയിൻ തനിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. അവന്റെ കവിളുകളിലൂടെയും കണ്ണീർ പതുക്കെ ഒലിച്ചിറങ്ങിക്കൊണ്ടിരുന്നു. എന്നാൽ അവൻ ഒച്ച വെച്ച്
പ്രതികരിച്ചില്ല, ഒരു ശബ്ദവും ഉണ്ടാക്കിയില്ല. അവൻ തികച്ചും നിശബ്ദനായി കരഞ്ഞുകൊണ്ടിരുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ടു നിന്ന മിസ് ലിന്നിനും തന്റെ കണ്ണീരടക്കാൻ കഴിഞ്ഞില്ല. അടുത്ത ദിവസം സ്കൂൾ കഴിഞ്ഞ ശേഷം മിസ് ലിൻ പ്രിൻസിപ്പലിന്റെ ഓഫീസിൽ ജോലി ചെയ്യുകയായിരുന്നു. അവൾ തന്റെ ഫോൺ സെയിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഈ വീഡിയോ നോക്കി പിയാനോ നോട്ടുകൾ പ്രാക്ടീസ് ചെയ്യൂ, ഞാൻ അപ്പോഴേക്കും വരാം. സെയിൻ അതീവ ശ്രദ്ധയോടെ ആ ഫോണിലേക്ക് നോക്കി പാഠം പഠിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഫോണിലൊരു മെസ്സേജ് വന്നത്. അന്ന് മിസ് ലിന്നിന്റെ ജന്മദിനമായിരുന്നു. അവളുടെ സുഹൃത്തുക്കൾ അവൾക്ക് ആശംസകൾ അയക്കുകയാണ്. അതേസമയം പ്രിൻസിപ്പൽ മിസ് ലിന്നിൽ നിന്ന് ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവൾ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളെന്തിനാ ഇപ്പോ ഇംഗ്ലീഷ് പഠിക്കുന്നത്? പ്രിൻസിപ്പൽ സന്തോഷത്തോടെ പുഞ്ചിരിച്ചു. റിട്ടയർമെന്റിന് ശേഷം എനിക്ക് ഈ ലോകം ചുറ്റി യാത്ര ചെയ്യണം, അതിന് ഇംഗ്ലീഷ് ആവശ്യമാണ്. അന്ന് രാത്രി പിയാനോ റൂമിൽ നിന്ന് മിസ് ലിൻ ഒരു മൃദുവായ സംഗീതം കേട്ടു. ഹാപ്പി ബർത്ത്ഡേ ടു യു. സെയിൻ ഓരോ നോട്ട്സും വളരെ പതുക്കെ വായിക്കാൻ ശ്രമിക്കുകയാണ്. മിസ് ലിൻ മുറിക്കകത്തേക്ക് കയറി. അവൾ അവന്റെ അരികിലിരുന്നു. അവരിരുവരും ഒന്നിച്ച് ആ ഈണം വായിച്ചു തീർത്തു. അത് അവസാനിച്ചപ്പോ മിസ് ലിൻ സെയിനെ നോക്കി പറഞ്ഞു, താങ്ക് യു. എന്റെ ഓരോ ജന്മദിനത്തിലും അമ്മ ഇതേ പാട്ട് പിയാനോയിൽ എനിക്കിതുപോലെ വായിച്ചു തരുമായിരുന്നു. അവൾ തന്റെ ഫോൺ ഉയർത്തി കാണിച്ചു. ഈ ഫോൺ നിറയെ അമ്മയുടെ ഓർമ്മകളാണ്. മിസ് ലിന്നിന്റെ ശബ്ദം ഇടറാൻ തുടങ്ങിയിരുന്നു. അവൾ പറഞ്ഞു, എന്റെ അമ്മ ഒരു പ്രശസ്തിയായ പിയാനിസ്റ്റ് ആയിരുന്നു. അവർ എപ്പോഴും പ്രോഗ്രാമുകളുടെ തിരക്കിലായിരുന്നു. ഞാൻ ചെറുതായിരുന്നപ്പോ അമ്മ എന്റെ കൂടെ ഉണ്ടാവാറേ ഉണ്ടായിരുന്നില്ല. ഞാനൊരു പിയാനിസ്റ്റ് ആകണം എന്ന അമ്മ എപ്പോഴും ആഗ്രഹിച്ചിരുന്നത്. എന്നാ സത്യം പറഞ്ഞ കുട്ടിക്കാലത്ത് എനിക്ക് പിയാനോ വായിക്കുന്നത് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. അവളെ തന്റെ കണ്ണീർ തുടച്ചു. ഞാൻ എന്നിട്ടും അമ്മയുടെ അടുത്തുനിന്ന് പിയാനോ പഠിച്ചത് എന്തിനാണെന്നറിയാമോ? അമ്മയോടൊപ്പം കുറച്ചുകൂടി സമയം ചിലവഴിക്കാൻ വേണ്ടി. അത് പറഞ്ഞതും മിസ് ലിൻ പൊട്ടിക്കരഞ്ഞു പോയിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം മിസ് ലിൻ തന്റെ ഫോൺ ക്ലാസ് മുറിയിൽ മറന്നുവെച്ചു. ചില കുട്ടികൾ അത് കൈക്കലാക്കി. തങ്ങളുടെ മാതാപിതാക്കളെ അതിൽ നിന്ന് വിളിക്കാൻ ശ്രമിച്ചു. സെയിൻ അത് കണ്ടതും ആ ഫോണിലാണ് തന്റെ ടീച്ചറുടെ അമ്മയുടെ വിലപ്പെട്ട ഓർമ്മകളെല്ലാം എന്നറിയാമായിരുന്നു അവൻ. അത് വാങ്ങാൻ ശ്രമിച്ചു. അവർക്കിടയിൽ ഒരു പിടിവലിയുണ്ടായി. എല്ലാവരും ആ ഫോണിനായി തിടുക്കം കൂട്ടി. സെയിൻ തന്റെ പൂർണ്ണ ശക്തിയോടെ പോരാടിയെങ്കിലും പെട്ടെന്നൊരു കുട്ടിയുടെ കയ്യിൽ നിന്ന് ആ ഫോൺ വഴുതി നിലത്തു വീണു. അത് തകർന്നുപോയി. ആ നിമിഷമാണ് മിസ് ലിൻ അങ്ങോട്ടേക്ക് വന്നത്. തന്റെ അമ്മയുടെ ഓർമ്മകൾ നിറഞ്ഞ ആ ഫോൺ തറയിൽ തകർന്നു കിടക്കുന്നത് അവൾ കണ്ടു. അത് കണ്ട് അവൾ ആകെ തകർന്നു നിന്നു. അവൾ കുറച്ചുനേരം കരഞ്ഞു. പ്രിൻസിപ്പൽ ആ 4 കുട്ടികളെയും തന്റെ ഓഫീസിലേക്ക് വിളിച്ചു. 3 കുട്ടികൾ ഒന്നിച്ച് സെയിന്റെ തലയിൽ കുറ്റം ചാർത്തി. പ്രിൻസിപ്പലിന്റെ ശബ്ദം ശാന്തമായിരുന്നു, എന്നാൽ ദൃഢവുമായിരുന്നു. അവൻ സംസാരിക്കില്ലെന്ന് കരുതി നിങ്ങൾ 3 കൂടി ആ കുറ്റം അവന്റെ തലയിൽ കെട്ടിവെക്കുകയാണോ? അവിടെന്താ സംഭവിച്ചതെന്ന് എനിക്ക് കൃത്യമായി മനസ്സിലാവുന്നുണ്ട്. പെട്ടെന്ന് സെയിൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. പ്രിൻസിപ്പൽ കുറച്ചുനേരം ഓരോന്നും പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്നാണ് സെയിൻ അവിടെയില്ലെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന് ദേഷ്യം വന്നു. അദ്ദേഹം സെയിനെ തിരയാൻ തുടങ്ങി. പക്ഷേ അവനെ കണ്ടുകിട്ടിയില്ല. തിരച്ചിൽ തുടർന്ന് പകൽ മാറി രാത്രി പിറന്നു. എന്നിട്ടും സെയിനെ കണ്ടെത്താൻ സാധിച്ചില്ല. എല്ലാവരും എല്ലായിടത്തും അവനെ തിരയുകയായിരുന്നു. അപ്പോഴാണ് ആ ഗ്രാമത്തിലെ ചീഫ് അങ്ങോട്ടേക്ക് വന്നത്. അദ്ദേഹം പ്രിൻസിപ്പലിനോട് പറഞ്ഞു, അടുത്ത ഗ്രാമത്തിൽ ഒരു കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയതായി ഞാൻ അറിഞ്ഞു. അത് കേട്ടതും പ്രിൻസിപ്പലിന്റെ മുഖം കടുത്തു. അതൊരിക്കലും സെയിൻ ആയിരിക്കില്ല. അവനെന്തിനാ അടുത്ത ഗ്രാമത്തിലേക്ക് പോകുന്നേ? മിസ് ലിന്നിന്റെ കൂടെ നിന്ന കുട്ടി പെട്ടെന്ന് കരയാൻ തുടങ്ങി. അവൻ അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അത് സെയിന്റെ തെറ്റല്ലായിരുന്നു ടീച്ചർ. അവൻ നിങ്ങളുടെ ഫോണിനെടുത്ത് സംരക്ഷിക്കാൻ നോക്കുകയായിരുന്നു. തെറ്റെല്ലാം എന്റെ ഭാഗത്താണ്. കരഞ്ഞോണ്ടിരുന്ന അവനെ മിസ് ലിൻ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചു. വില്ലേജ് ചീഫ് എല്ലാവരെയും സെയിന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അദ്ദേഹം ഒരു ചെറിയ പെട്ടി തുറന്നു. അത് ശൂന്യമായിരിക്കുകയായിരുന്നു. പ്രസിഡന്റ് വിശദീകരിച്ചു, സെയിൻ അവന്റെ പണമെല്ലാം ഈ പെട്ടിയിലാ സൂക്ഷിച്ചിരുന്നത്. ആ പണം ഇതിലില്ല. അദ്ദേഹം എല്ലാവരെയും നോക്കി. എന്നിട്ട് പറഞ്ഞു, അതിനർത്ഥം സെയിൻ ആ പണവുമെടുത്ത് മിസ് ലിന്നിന്റെ ഫോൺ നന്നാക്കാൻ നഗരത്തിലേക്ക് പോയിരിക്കാമെന്നാണ്. അതേസമയം സെയിൻ നഗരത്തിലെ തെരുവുകളിലൂടെ ഒരു മൊബൈൽ റിപ്പയർ ഷോപ്പ് തിരഞ്ഞു നടക്കുകയായിരുന്നു. മുന്നിൽ അവൻ ഒരു കട കണ്ടു. അവൻ അങ്ങോട്ടേക്ക് നടന്നു ചെന്നു. കടയ്ക്കകത്തുണ്ടായിരുന്ന ആളുകൾ ആ കൊച്ചു ഗ്രാമീണ കുട്ടിയെ കണ്ടതും കളിയാക്കാനും ചിരിക്കാനും തുടങ്ങി. സെയിൻ ഒന്നും മിണ്ടിയില്ല. അവൻ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് കൗണ്ടറിൽ വെച്ചു. അത്രയും വില കൂടിയൊരു ഫോൺ കണ്ടപ്പോ അവിടുത്തെ ആ മനുഷ്യൻ പരിഹസിച്ചു. ഇത് നീ എവിടുന്ന് മോഷ്ടിച്ചതാടാ? സെയിൻ മറുപടി നൽകിയില്ല. അവൻ വീണ്ടും പോക്കറ്റിൽ കൈയിട്ട് താൻ സമ്പാദിച്ച പണം മുഴുവൻ നാണയത്തൊട്ടുകൾ വരെ മേശപ്പുറത്തേക്ക് എടുത്തു വെച്ചു. ആ മനുഷ്യൻ അതെണ്ണി നോക്കി ചിരിച്ചു. ഇത് വെച്ചിട്ട് ഒരു സ്ക്രീൻ പ്രൊട്ടക്ടർ പോലും വാങ്ങാൻ കിട്ടില്ലല്ലോടാ. അതും പറഞ്ഞ അയാൾ ആ ഫോൺ ദൂരേക്ക് മാറ്റിവെച്ച് കുറച്ച് പണം സെയിന്റെ നേർക്ക് എറിഞ്ഞു കൊടുത്തു. വീട്ടിൽ
പോടാ പയ്യ എന്ന് പറഞ്ഞവനെ അവിടെ നിന്ന് പറഞ്ഞുവിടാനായിരുന്നു അവരുടെ പദ്ധതി. സെയിനെ അവർ പുറത്തേക്കിറക്കി വിട്ടിരുന്നു. കുറച്ചു കഴിഞ്ഞ് അവർ പുറത്തേക്ക് ഭക്ഷണം കഴിക്കാൻ ഇറങ്ങി. താൻ ചതിക്കപ്പെടുകയാണ് എന്ന് മനസ്സിലാക്കിയിരുന്ന സെയിൻ മറഞ്ഞു നിന്ന് ആ നിമിഷം കടയ്ക്കകത്തേക്ക് ഒളിച്ചു കടന്നു. ആ ഫോൺ കൈക്കലാക്കി. പക്ഷേ ആ മനുഷ്യർ അത് കണ്ടുപിടിച്ചു. അവർ അവന്റെ പുറകെയോടി അവനെ വളഞ്ഞു. തുടർന്ന് അവർ അവനെ ക്രൂരമായി തല്ലാൻ ആരംഭിച്ചു. പക്ഷേ സെയിനാകട്ടെ ആ ഫോൺ കൈവിട്ടില്ല. അവനത് തന്റെ നെഞ്ചോട് ചേർത്തു പിടിച്ചു. തന്റെ ജീവൻ നഷ്ടപ്പെട്ടാലും അവനത് സംരക്ഷിക്കാൻ ഉറപ്പിച്ചിരുന്നു. പക്ഷേ അപ്പോഴേക്കും മിസ്ലിനും മറ്റുള്ളവരും അവിടെ എത്തിച്ചേർന്നു. അവർ സെയിനെ അവരിൽ നിന്ന് രക്ഷപ്പെടുത്തി. പോലീസും അവരുടെ കൂടെയുണ്ടായിരുന്നു. മിസ്ലിൻ സെയിന്റെ അരികിൽ മുട്ടുകുത്തിയിരുന്നു. അവളുടെ ശബ്ദം വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവരെന്തിനാ നിന്നെ ഉപദ്രവിച്ചത്? അവള് ചോദിച്ചു. സെയിൻ സംസാരിച്ചില്ല. അവൻ തന്റെ നെഞ്ചിൽ ചേർത്ത് പിടിച്ചിരുന്ന ആ ഫോൺ എടുത്ത് പതുക്കെ മിസ്ലിനിന്റെ കൈകളിൽ വെച്ചു കൊടുത്തു. മിസ്ലിനിന് കാര്യം മനസ്സിലായി. അവൾ അവനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. പോലീസ് ആ മനുഷ്യരെ കൊണ്ട് സെയിനോട് ക്ഷമ പറയിപ്പിച്ചു. അവർ ക്ഷമ ചോദിച്ചപ്പോ സെയിന തകർന്ന ഫോൺ ഉയർത്തി കാണിച്ചു. അവന്റെ കണ്ണുകൾ എല്ലാം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു, ഇതൊന്ന് നന്നാക്കി തരൂ. നിശബ്ദതയിലും അവന്റെ ആ ആവശ്യം അവിടെ മുഴച്ചു നിന്നു. അടുത്ത ദിവസം മിസ്ലിൻ കുട്ടികൾക്കായി ഒരു സർപ്രൈസ് ഒരുക്കിയിരുന്നു. ആ പഴയ പിയാനോ റൂം ഇപ്പോൾ പൂർണ്ണമായും മാറിയിരിക്കുന്നു. അത് കാണാൻ അതീവ മനോഹരമായിട്ടുണ്ട്. അതിന്റെ നടുവിൽ പിയാനോയ്ക്ക് മുന്നിൽ സെയിൻ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങോട്ടേക്കെത്തിയ കുട്ടികളെ സാക്ഷി നിർത്തി അവനത് വായിക്കാൻ തുടങ്ങി. ഒരു മൃദുവായ മനോഹരമായ ഈണം ആ മുറിയിൽ ആകെ നിറഞ്ഞു. എല്ലാവരും അത് കേട്ട് മയങ്ങി നിന്നു. അവൻ വായിച്ചു നിർത്തിയപ്പോ ആ മുറിയിലാകെ കയ്യടികൾ ഉയർന്നു. കുട്ടികളെല്ലാവരും സെയിനെ അഭിനന്ദിച്ചു. തുടർന്ന് ഓരോ കുട്ടികളായി മിസ്ലിനായി പാട്ടുപാടാൻ തുടങ്ങി. അവർ ഇത്ര മനോഹരമായി പാടുമെന്ന് അവൾ ഒരിക്കലും കരുതിയിരുന്നില്ല. അന്നുച്ചതിരിന് അവിടുത്തെ ഗ്രാമത്തലവൻ ലിന്നിനായി കുറച്ച് ഭക്ഷണം കൊണ്ടുവന്നു. അവർ സംസാരിക്കുന്നതിനിടയിൽ അദ്ദേഹം പറഞ്ഞു, ഇന്നത്തെ ഗ്രാമസഭയിൽ ഞാൻ അല്പം വിഷമകരമായ ഒരു കാര്യം കേട്ടു. നമ്മുടെ ഈ പ്രൈമറി സ്കൂൾ ഇനി അധികകാലം ഇവിടെ ഉണ്ടാവില്ല എന്ന് അവർ പറയുന്നത്. നിങ്ങൾക്കിതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ? മിസ്ലിൻ അത് കേട്ടതും ഞെട്ടിപ്പോയി. ഇല്ല, അവൾ പറഞ്ഞു. അപ്പോഴാണ് പ്രിൻസിപ്പൽ തന്റെ ഇലക്ട്രിക് ബൈക്കിൽ അങ്ങോട്ടേക്ക് വരുന്നത്. മിസ്ലിൻ അദ്ദേഹത്തോട് നേരിട്ട് ചോദിച്ചു, നമ്മുടെ സ്കൂൾ പൂട്ടാൻ പോവുകയാണെന്ന് ഞാൻ അറിഞ്ഞു. പ്രിൻസിപ്പലിന്റെ ശബ്ദം വളരെയധികം ശാന്തമായിരുന്നു. അതെ, അദ്ദേഹം പറഞ്ഞു. ഇനി 2 മാസത്തിനകം ഈ സ്കൂൾ ഇവിടെ ഉണ്ടാകില്ല. യാതൊന്നും സംഭവിക്കാത്ത മട്ടിലാണ് അദ്ദേഹം സംസാരിച്ചത്. അത് നടക്കാനിരിക്കുന്ന വെറും ഒരു വസ്തുത മാത്രമാണ് എന്ന പോലെ. മറ്റ് 2 അധ്യാപകർക്കും ഞാൻ നഗരത്തിലെ സ്കൂളുകളിൽ ജോലി ശരിയാക്കിയിട്ടുണ്ടെന്നും നിങ്ങൾക്ക് നിങ്ങളുടെ നഗരത്തിലേക്ക് മടങ്ങാമെന്നും ഞാൻ എന്തായാലും മറ്റൊരു വിദൂര ഗ്രാമത്തിലേക്ക് മാറാൻ പോവുകയാണെന്നും പ്രിൻസിപ്പൽ പറയുന്നുണ്ടായിരുന്നു. പിന്നാലെ അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു സഹായം ചെയ്യണം. എന്റെ ബൈക്ക് ഒന്ന് വിറ്റ് തരണം. ഈ സ്കൂളിന് ഇവിടെ ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ട് എനിക്കിനി ആവശ്യമില്ല. വില്ലേജ് ചീഫിനോട് അതും പറഞ്ഞായിരുന്നു അദ്ദേഹം നടന്നുപോയത്. മിസ്ലിൻ ഞെട്ടലോടെ അത് കേട്ടുനിന്നതേയുള്ളൂ. അടുത്ത ദിവസം കൊച്ചു പെൺകുട്ടിയായ സുജൻ തന്റെ അനിയനെ പുറത്തു ചുമന്ന് സ്കൂളിലെത്തി. അവൾ കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത വിധം കരയുകയായിരുന്നു. മിസ്ലിൻ അവളോടെന്താ പ്രശ്നമെന്ന് ചോദിച്ചു. സുജൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എന്റെ മുത്തശ്ശൻ മരിച്ചുപോയി. ഇനി വീട്ടിൽ മുത്തശ്ശിയെ നോക്കാൻ ആരുമില്ല. പ്രിൻസിപ്പൽ അങ്ങോട്ടേക്ക് നടന്നു ചെന്നു. അദ്ദേഹം പതുക്കെ ആ കുഞ്ഞിനെ അവളുടെ കൈകളിൽ നിന്ന് വാങ്ങി. നിന്റെ അനിയനെ ഞാൻ നോക്കിക്കോളാം. നീ നിന്റെ പഠനത്തിൽ ശ്രദ്ധിക്കൂ. ക്ലാസ്സിലേക്ക് പോകൂ. സുജൻ തന്റെ കണ്ണീർ തുടച്ച് സന്തോഷത്തോടെ ക്ലാസ് മുറിയിലേക്ക് നടന്നുപോയി. പ്രിൻസിപ്പൽ തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആ കുഞ്ഞിനെ തന്റെ ഓഫീസിലേക്ക് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അടുത്ത രംഗത്തിൽ പ്രിൻസിപ്പൽ കുട്ടികളുടെ മുന്നിൽ നിൽക്കുകയാണ്. അദ്ദേഹം അവരോടായി പറഞ്ഞു, നമ്മുടെ സ്കൂൾ 2 മാസത്തിനകം പൂട്ടും. നിങ്ങളെ എല്ലാവരെയും നഗരത്തിലെ പ്രൈമറി സ്കൂളിലേക്ക് മാറ്റും. ഒരു കുട്ടി ചോദിച്ചു, സാർ, നഗരത്തിൽ സ്കൂൾ എന്ന് പറയുമ്പോ അതിവിടുന്ന് ഒരുപാട് ദൂരെയല്ലേ? പ്രിൻസിപ്പലിന്റെ ശബ്ദം മൃദുവായി. നിങ്ങൾക്ക് അവിടെ താമസിച്ചു പഠിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കും. സ്കൂൾ സമയം കഴിഞ്ഞപ്പോ പ്രിൻസിപ്പൽ ഗേറ്റ് പൂട്ടാനായി നടന്നു ചെന്നു. അദ്ദേഹത്തിന്റെ കൈകൾ അല്പം വിറയ്ക്കുന്നുണ്ടായിരുന്നു. കണ്ണുകൾ വല്ലാതെ നിറഞ്ഞു നിന്നിരുന്നു. ഈ സ്കൂളിൽ അദ്ദേഹത്തിന്റെ 30 വർഷത്തെ ഓർമ്മകളുണ്ട്. 30 വർഷത്തെ നിശബ്ദമായ ത്യാഗങ്ങൾ. അന്ന് വൈകുന്നേരം വില്ലേജ് ചീഫ് മാർക്കറ്റിൽ പോയി മടങ്ങി വന്നു. ആ സമയം മിസ്ലിനൊരു പേപ്പർ കൊടുത്തു. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് തോന്നി. അതാ എടുത്തത്. മിസ്ലിൻ അത് വായിച്ചു നോക്കി. അവളുടെ മുഖത്ത് സന്തോഷം നിറഞ്ഞു. നന്ദി, അവൾ പതുക്കെ പറഞ്ഞു. നമുക്കിനിയും 2 മാസം കൂടിയുണ്ട്. അടുത്ത ദിവസം പ്രിൻസിപ്പൽ മിസ്ലിനോട് വല്ലാതെ ദേഷ്യപ്പെടുകയായിരുന്നു. നമുക്കിനി ആകെ 2 മാസമേ ബാക്കിയുള്ളൂ. ഇത്രയും ചെറിയ സമയത്തിനുള്ളിൽ നമുക്കെങ്ങനെയാണ് ഇത്രയും വലിയൊരു മത്സരത്തിൽ
മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയുക? അതിന് യോഗ്യത നേടണമെങ്കിൽ പോലും കുട്ടികൾ ആദ്യം ഒരു പരീക്ഷ ജയിക്കണം. അത് തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. ഇത് നടക്കുന്ന കാര്യമല്ല. പക്ഷേ മിസ്ലിൻ പിന്മാറാൻ തയ്യാറായില്ല. പ്രൈമറി സ്കൂളുകൾക്കായുള്ള ഒരു നാഷണൽ ലെവൽ ഗാന മത്സരമായിരുന്നു അത്. കുട്ടികളെ അതിൽ പങ്കെടുപ്പിക്കാൻ അവൾ തീരുമാനിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പ്രിൻസിപ്പൾ പറഞ്ഞിട്ടും തീരുമാനത്തിൽ നിന്ന് പിന്മാറാൻ മിസ്ലിൻ കൂട്ടാക്കിയില്ല. കുട്ടികളെ ചേർത്ത് അവൾ പ്രാക്ടീസ് ആരംഭിച്ചു. പ്രിൻസിപ്പളും ഒരു ഘട്ടത്തിൽ അത് കേട്ടു. കുട്ടികളുടെ ശബ്ദം ഒന്നിച്ച് വളരെ മനോഹരമായ ഒരു ഈണത്തിൽ ഉയർന്നു വരുന്നതും അവർ പാടുന്നതും അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ പതിച്ചു. തന്റെ ഉള്ളിലെ സന്തോഷവും പുഞ്ചിരിയും മറച്ചുവെക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അദ്ദേഹം മുറിയിലേക്ക് കയറി വന്ന് പതുക്കെ പറഞ്ഞു, അടുത്തയാഴ്ച നഗരത്തിൽ നിന്ന് എക്സാമിനേഴ്സ് വരും. എല്ലാ കുട്ടികളും പരീക്ഷ ജയിച്ചാൽ മാത്രമേ അവർക്ക് മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയൂ. എല്ലാവരും ശ്രദ്ധയോടെ പഠിക്കണം. അന്നു മുതൽ കുട്ടികളെല്ലാം ഒന്നിച്ച് ഒരുമയോടെ പഠിക്കാൻ തുടങ്ങി. പ്രധാനാധ്യാപകൻ ദൂരെ നിന്നും അത് നോക്കിക്കണ്ടു. അദ്ദേഹത്തിന്റെ ഹൃദയം അഭിമാനം കൊണ്ട് നിറയുന്നുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം അത് പുറത്തു കാണിച്ചില്ല. ഒടുവിൽ പരീക്ഷാ ദിനം വന്നെത്തി. നഗരത്തിൽ നിന്നുള്ള അധ്യാപകർ കുട്ടികളുടെ പരീക്ഷ നടത്താനെത്തി. എല്ലാ കുട്ടികളും ആ പരീക്ഷകളിൽ വിജയിച്ചു. അതിനുശേഷം അവരെല്ലാവരും സ്കൂളിന് മുന്നിൽ ഒത്തുകൂടി ഒരുമിച്ച് പുഞ്ചിരിച്ച് ഒരു ഫോട്ടോ പകർത്തി. പിന്നീട് കഥ അവിടെ നിന്നും തലസ്ഥാന നഗരമായ ബീജിംഗിലേക്ക് മാറുന്നു. സ്കൂൾ കുട്ടികൾ ഒന്നടങ്കം മത്സരത്തിൽ പങ്കെടുക്കാനായി അവിടെ എത്തിയിരിക്കുകയായിരുന്നു. ആ കുട്ടികൾ അതിനു മുമ്പ് തങ്ങളുടെ ഗ്രാമമല്ലാതെ നഗരം കണ്ടിട്ടേയില്ലായിരുന്നു. അത്രയധികം വെളിച്ചങ്ങളും മറ്റും അവർ ജീവിതത്തിൽ ആദ്യമായി കാണുകയാണ്. അമ്പരചുംബികളായ കെട്ടിടങ്ങൾ. കുട്ടികൾ കൗതുകത്തോടെ കണ്ണോടിച്ചു. ഒടുവിൽ മനോഹരമായൊരു ഹോട്ടലിന് മുന്നിൽ അവർ വന്നെത്തി. അവിടുത്തെ കാര്യങ്ങളുമൊക്കെ കഴിഞ്ഞപ്പോ മിസ്ലിൻ കുട്ടികളെ പ്രോത്സാഹിപ്പിച്ചു. വിജയിക്കേണ്ടതിന്റെ ആവശ്യകത അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. പിന്നാലെ എല്ലാവരും ഒന്നിച്ച് ബസ്സിൽ മത്സരം നടക്കുന്നിടത്തേക്ക് പുറപ്പെടാനിറങ്ങി. പക്ഷേ യാത്രാമധ്യേയായിരുന്നു ആ ദുരന്തം സംഭവിച്ചത്. ഒരു കാർ വന്ന് അവരുടെ ബസ്സിലിടിച്ചു. യാത്ര പൂർണ്ണമായും തടസ്സപ്പെട്ടു. സമയം പോയിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. മറുവശത്ത് മത്സരം അപ്പോഴേക്കും ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. സ്റ്റേജിൽ നഗരത്തിലെ പ്രമുഖ സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികൾ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. അനൗൺസർ വീണ്ടും വീണ്ടും മിസ്ലിനിന്റെ സ്കൂളിന്റെ പേര് വിളിച്ചുകൊണ്ടിരുന്നു. ദാമൈ വില്ലേജ് പ്രൈമറി സ്കൂൾ, ദയവായി തയ്യാറാകൂ. പക്ഷേ ആരും ആ വിളി സ്വീകരിക്കാനുണ്ടായിരുന്നില്ല. ഒടുവിൽ മിസ്ലിൻ ഒരു തീരുമാനമെടുത്തു. എല്ലാവരും ബസ്സിൽ നിന്നിറങ്ങൂ, നമ്മൾ ഓടിപ്പോവാൻ പോകുന്നു. കുട്ടികൾ മിസ്ലിൻ പറഞ്ഞതും മനസ്സിലാക്കി ബസ്സിൽ നിന്നിറങ്ങി. കൊച്ചുകുട്ടികൾ തങ്ങളുടെ സർവ്വശക്തിയും എടുത്തോടി. അവർ തട്ടി വീണു. എങ്കിലും അതിലൊന്നും അവർ തളർന്നില്ല. എഴുന്നേറ്റ് വീണ്ടും ഓടിക്കൊണ്ടിരുന്നു. ഒടുവിൽ ഓടി ഓടി ശ്വാസം മുട്ടിക്കൊണ്ടായിരുന്നു അവർ ബാക്ക് സ്റ്റേജിൽ എത്തിച്ചേർന്നത്. മിസ്ലിനും കൂടെ രണ്ടുപേരും മാത്രമാണ് ആദ്യം എത്തിയത്. ബാക്കിയുള്ളവർ എവിടെ? സ്റ്റേജ് മാനേജർ മിസ്ലിനെ നോക്കി ചോദിച്ചു. 5 മിനിറ്റ്, മിസ്ലിൻ പറഞ്ഞു. അവർ 5 മിനിറ്റിനുള്ളിൽ ഇവിടെ എത്തും. മാനേജർ അവളെ തുറച്ചു നോക്കി ചോദിച്ചു, നീ എന്താ തമാശ പറയുവാണോ? നിങ്ങളുടെ പെർഫോമൻസ് ഇപ്പോഴാണ്, ഇനി വേറെ സ്ലോട്ടൊന്നും കിട്ടില്ല. അനൗൺസർ വീണ്ടും അവരുടെ പേര് വിളിച്ചു. പൂർണ്ണമായ നിശബ്ദത. കാണികൾക്കിടയിൽ സ്റ്റേജിലാരെയും കാണാതായതോടെ പിറുപിറുപ്പുകൾ ആരംഭിച്ചു. അടുത്ത സ്കൂളിനെ വിളിക്കൂ, ശബ്ദം ഉയർന്നു കേട്ടു. സ്റ്റേജ് മാനേജർ അവരെ ഒഴിവാക്കാൻ വേണ്ടി കൈ ഉയർത്തി. അപ്പോഴാണ് സെയിൻ മുന്നോട്ട് വന്നത്. അവൻ തനിച്ച് സ്റ്റേജിലേക്ക് നടന്നു. മിസ്ലിൻ ബാക്ക് സ്റ്റേജിൽ നിന്ന് അവനെ പുറകോട്ട് വിളിച്ചെങ്കിലും സെയിൻ നിന്നില്ല. അവൻ മൈക്രോഫോൺ കയ്യിലെടുത്തു. കാണികൾക്കിടയിലിരുന്ന വില്ലേജ് ചീഫും മറ്റ് 2 അധ്യാപകരും അത് കണ്ട് തരിച്ചു നിന്നു. സെയിനോ, അവനെന്തിനാ ഈ സ്റ്റേജിൽ പോയി നിൽക്കുന്നേ? അവൻ സംസാരിക്ക പോലുമില്ലല്ലോ. അവർ നോക്കി നിൽക്കെ സെയിനാഴത്തിലൊരു ശ്വാസം എടുത്തു. തുടർന്ന് അവൻ പാടാൻ തുടങ്ങി. വളരെയധികം മനോഹരവും നിർമ്മലവുമായ ഒരു ശബ്ദം. ആ ഓഡിറ്റോറിയത്തിലാകെ അതലയടിച്ചു. കാണികൾ പൂർണ്ണമായും നിശബ്ദരായി. അവരുടെ കവിളുകളിലൂടെ അവന്റെ പാട്ടിന്റെ ഭംഗി കൊണ്ട്, അതിന്റെ വരികളുടെ അർത്ഥം കൊണ്ട് കണ്ണുനീരൊഴുകാൻ ആരംഭിച്ചു. അപ്പോഴേക്കും മറ്റു കുട്ടികളും അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നു. എല്ലാവരും ഓടിയെത്തിയതുകൊണ്ട് ശ്വാസമെടുക്കാൻ കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. എങ്കിലും അവർ അധികം വൈകിയില്ല. അവർ സെയിന്റെ പുറകിൽ ഒന്നൊന്നായി അണിനിരന്നു. പിന്നാലെ ഒന്നിച്ചവർ പാടുകയും ചെയ്തു. മിസ്ലിൻ പിയാനോയുടെ അരികിലേക്ക് ഓടിച്ചെന്ന് അത് വായിക്കാൻ തുടങ്ങി. അതിമനോഹരമായ ഒരു പെർഫോമൻസായി അത് മാറുകയായിരുന്നു. ആ സംഗീതം ആ ഓഡിറ്റോറിയം മുഴുവൻ നിറഞ്ഞു. അത്ഭുതകരമായ എന്തോ ഒന്ന് അവിടെ സംഭവിക്കുകയായിരുന്നു. അവരുടെയെല്ലാം പുറകിൽ നിന്ന് പ്രിൻസിപ്പൽ അത് നോക്കിക്കണ്ടു. കഴിഞ്ഞ 30 വർഷമായി ആരെയും കാട്ടാതെ അദ്ദേഹം ഒളിച്ചു വെച്ചിരുന്ന അദ്ദേഹത്തിന്റെ കണ്ണുനീർ ആ കണ്ണുകളിൽ തിളങ്ങി. ഈ ഒരു നിമിഷത്തിന് അദ്ദേഹം 30 വർഷം ആ സ്കൂളിൽ കാത്തിരുന്നിരുന്നു. കുട്ടികളുടെ പാട്ട് ഏവരുടെയും ഹൃദയത്തെ തൊട്ടു. അവരുടെ സ്കൂളിനെ അവർ പുറം ലോകത്തിനു മുമ്പിൽ അടയാളപ്പെടുത്തുക കൂടിയായിരുന്നു.
പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഒരു വിദ്യാലയത്തിലേക്ക് കുറച്ചധികം ആളുകളുമായി മിസ്ലിൻ വന്നെത്തുകയായിരുന്നു. മലനിരകളിലുള്ള ഒരു വിദ്യാലയം. അങ്ങോട്ടേക്ക് കടന്നു ചെല്ലുമ്പോൾ മിസ്ലിൻ അന്ന് മത്സരത്തിൽ ആലപിക്കപ്പെട്ട അതേ ഗാനം കുട്ടികൾ പാടുന്നത് കേട്ടു. ആരോ മിസ്ലിൻ വായിച്ച പോലെ മനോഹരമായി പിയാനോ വായിക്കുന്നു. അത് കേട്ട് മിസ്ലിൻ ആ മുറിയിലേക്ക് കടന്നു ചെന്നു. പിയാനോ വായിക്കുന്ന ആ പയ്യനെ നോക്കി. അത് സെയിനായിരുന്നു. അവനാണിപ്പോൾ അവിടുത്തെ പിയാനോ ടീച്ചർ. മലനിരകളിലെ ആ സ്കൂൾ ഏറെ മെച്ചപ്പെട്ടിരിക്കുന്നു. ആ ദൃശ്യങ്ങളിൽ ചലച്ചിത്രം അവസാനിക്കുകയാണ്. ഏറെ രസകരമായ ഹൃദയത്തെ തൊടുന്ന ഈ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.